ഇത് BMW 5 സീരീസ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹെഡപ്പ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ സംഭവമാണ്. ഫ്രണ്ടിലെ ഗ്ലാസിൻ്റെ മേലേക്ക് ഒരു പ്രൊജക്ടർ വെച്ചിട്ട് നമുക്ക് പല റീഡിങ്ങുകളും മെസ്സേജുകളും അതേപോലെ സെറ്റിങ്സുകളും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫ്രണ്ടിലേക്ക് നോക്കുന്ന ഈ ഒരു കണ്ണ് നമ്മൾ ഈ റേഡിയോൻ്റെ സൈഡിലേക്ക് ചരിയാതെ നേർക്ക് തന്നെ നോക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അവർ ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിനാണ് ഹെഡപ്പ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഹെഡ് നമ്മൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഒന്നും തിരിക്കേണ്ട ആവശ്യമില്ല. കണ്ണ് ആ ഒരു നേർക്ക് തന്നെ നമുക്ക് ഈ ഒരു റേഡിയോൻ്റെ കൺട്രോളിങ് ഒക്കെ സാധ്യമാവും. യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഫൈറ്റർ ജെറ്റുകളിൽ നിന്നിട്ടാണ് ഈ ഒരു സിസ്റ്റം നമ്മളെ കാറിലേക്ക് എത്തിയിട്ടുള്ളത്. ഇങ്ങനെ പല സിസ്റ്റങ്ങളും ജെറ്റ് വിമാനത്തിൽ നിന്നും അതേപോലെ സ്പേസിലേക്ക് പോകുന്ന പല മിഷൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പല സിസ്റ്റങ്ങളും കാറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ BMW 5 സീരീസിൻ്റെ ആ ഒരു ഡാഷ്ബോർഡും സെൻട്രൽ കൺസോളും ഒക്കെ കാണുന്നത് BMW ബെൻസായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി സ്പോർട്ടിയാണ്. ബെൻസിൻ്റെ ഡാഷ്ബോർഡൊക്കെ കാണാൻ ഒരു ക്ലാസിക് ലുക്കുള്ള അത്രയും സ്പോർട്ടിയായിട്ട് നമുക്ക് ഫീൽ ആവില്ല. BMW കാറുകൾക്ക് വരുന്ന ഈ ഒരു ഗിയർ ലിവർ നോബ് അവരെ ഒരു അട്രാക്ഷൻ ആട്ടോ. അതേപോലെ തന്നെ ബെൻസിൻ്റെ ഗിയർ ലിവർ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അത് അവർ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചിൻ്റെ സ്ഥാനത്താണ് അവർ ഈ ഒരു ഗിയർ ലിവർ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഓരോ വർഷം പുതിയ ജനറേഷൻ വാഹനം ഇറങ്ങുന്നതിനനുസരിച്ചിട്ട് ഓരോ പുതിയ പുതിയ ടെക്നോളജികൾ നമുക്ക് പല വാഹനങ്ങളിലും കാണാൻ സാധിക്കും. മൈലേജ് മീഡിയം